ാണ് പക്ഷെ പിന്നീട് നോക്കുമ്പോൾ കാണുന്നില്ല. ഓട്ടോ സേവ് ആണ് താനും. ഓക്കെ. പറ്റുമെങ്കിൽ മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് മിസ്സും അതൊന്ന് ആയിപ്പോയി. ഓക്കെ. ആർക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റിയതുമില്ല. ഓക്കെ. രേഷ്മ മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരാൾ കൂടി എപ്പോഴും ബാക്കപ്പ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. രേഷ്മ ഇപ്പൊ ഷെയർ ചെയ്തോളൂ. നമുക്ക് ആ സ്റ്റുഡന്റ് പോർട്ടലിന്റെ പ്രൊജക്ട് ആദ്യം നിങ്ങൾക്കൊന്ന് ടോട്ടൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്നലെ ചെയ്ത് തന്നെ സെയിം ഞാൻ കോളേജിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതങ്ങ് ഓപ്പൺ ചെയ്താൽ പോരെ? മീൻസ് എഡിറ്റും ഡിലീറ്റും എല്ലാ പിന്നെ ഫങ്ഷൻസും ഉണ്ടല്ലേ? അല്ല ഇതിനകത്തും ഉണ്ട്. ഓക്കെ. ഇതിൽ കോഴ്സ് ആഡ് ചെയ്യുന്ന ഫോം എടുത്തോളൂ. ഔട്ട്പുട്ടിലും ലോഡ് ചെയ്തെടുക്കുക. അതുപോലെ ടെംപ്ലേറ്റ്സും ലോഡ് ചെയ്തിടാം. റെക്കോർഡിങ്സ് എല്ലാവരും ഓൺ ചെയ്തിടുക. രേഷ്മ ഓൺ അല്ലേ? ഞാൻ റെക്കോർഡിംഗ് ആയിരുന്നു ഇപ്പം, പക്ഷെ ഇപ്പം ഓട്ടോമാറ്റിക് ഇത് ഓഫ് ആയി പോകുന്നുണ്ട്. അതെന്താ അങ്ങനെ? ഞാനിപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ റെക്കോർഡിംഗ് ആയിരുന്നു, സ്റ്റാർട്ട് ചെയ്തതാണ്. VS പക്ഷെ കോഡിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഇങ്ങനെ ആവുന്നൊന്നും പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ ചേഞ്ചസ് ഒന്നും വന്നില്ലല്ലോ. നേരത്തെ ഓപ്പൺ ആയി കിടന്നത് തന്നെയല്ലേ. വേറെ ഒന്നും പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തതുമില്ല. ഇന്നലെ ഇത് തന്നെയായിരുന്നു ഇഷ്യൂ. ഇടയ്ക്ക് എന്താന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ഓട്ടോ സേവ് ആണ് താനും. സ്കിപ്പിംഗ് ടൂൾ യൂസ് ചെയ്യാണ്ട് മറ്റേതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇതാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ആവാൻ ചാൻസ് കുറവാണ്. ഓട്ടോമാറ്റിക്കലി സേവ് ആണെല്ലാം, പക്ഷെ ഓക്കെ ഓക്കെ, ഞാനും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താട്ടെ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ കോഴ്സ് ആഡ് ചെയ്യുന്ന ഫോമാണ് പാസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫീൽഡ്സ് വരുന്നത് കോഴ്സ് നെയിം ആൻഡ് താഴേക്ക് സ്ക്രോൾ ചെയ്ത ഫീസ്. 2 ഫീൽഡ്സ് ആണ് ഈ ഒരു ഫോമിൽ വരുന്നത്. ഓക്കെ. ഔട്ട്പുട്ട് ഒന്ന് ലോഡ് ചെയ്തിട്ട് കോഴ്സ് ആഡ് ചെയ്യുന്ന ഫോമിന്റെ കോഴ്സ് നെയിം ഫീസ് എന്ന ഈ 2 ഫീൽഡ്സ് ആണ് നമ്മൾ ഫോമിലേക്ക് ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത് ഫില്ല് ചെയ്ത് ആഡ് കോഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള സെക്ഷനെ നോക്കാം. അവിടെ ഫോം ആക്ഷനിൽ ആഡ് കോഴ്സ് എന്ന ലിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈൻ നമ്പർ 15 വ്യൂസ് എടുത്തോളൂ. ഇവിടെ ലൈൻ നമ്പർ 15 ആഡ് കോഴ്സ് എന്ന ലിങ്കിൽ ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കോഴ്സ് നെയിമും ഫീസും ഫോമിലുണ്ടായിരുന്ന 2 ഫീൽഡ്സും നമ്മൾ ഗെറ്റ് ചെയ്തെടുത്തു. ദെൻ അതിനുശേഷം കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡാറ്റാബേസിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ഈക്വൽ ടു കോഴ്സ് ബ്രാക്കറ്റ്സിൽ കോഴ്സ് നെയിമും ഫീസും നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ദെൻ ആ കോഴ്സ് സേവ് ചെയ്തതിന് ശേഷം റീഡയറക്റ്റ് ചെയ്ത് സ്റ്റുഡൻറ് എന്ന ഫോമിലേക്കാണ് ലോഡിംഗ് കൊടുത്തിരിക്കുന്നത്, റീഡയറക്ഷൻ. ഓക്കെ. ദെൻ ഔട്ട്പുട്ടിൽ ഒരു കോഴ്സ് ആഡ് ചെയ്തേ. ആഡ് ചെയ്തോളൂ.
റീഡയറക്റ്റ് ചെയ്ത് സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുന്ന ഫോമിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പൊ ആഡ് ചെയ്ത കോഴ്സിന്റെ BA എന്ന കോഴ്സ് ഡ്രോപ്പ് ഡൗണിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ഒന്ന് എടുക്കുക. ഓക്കെ, സ്റ്റുഡന്റ് ഫോം നോക്കിയേ. സ്റ്റുഡന്റ് നെയിം, ഏജ്, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോഴ്സ് ഒരു ലൂപ്പ് ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ഈ പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസ് എടുത്തേ ആദ്യം. സ്റ്റുഡന്റിന്റെ പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസ് ഒന്ന് സെലക്ട് ചെയ്യുക. ലൈൻ നമ്പർ 24. ഈ സ്റ്റുഡന്റിന്റെ ആ ഒരു പേജ്, ഫോം ഉള്ള പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസിൽ കോഴ്സസ് എല്ലാം ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കോഴ്സ് എന്ന ടേബിളിൽ നിന്ന് എല്ലാ കോഴ്സസും CRS എന്നൊരു വേരിയബിളിലേക്ക് ലോഡ് ചെയ്ത് കൊടുത്തു. ദെൻ സ്റ്റുഡന്റിന്റെ ഈ ഒരു പേജ് റിട്ടേൺ ചെയ്യുമ്പോൾ ഡിക്ഷണറി ആയിട്ട് കോഴ്സസ് എല്ലാം പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? മാനുവലി നമ്മൾ കോഴ്സ് ആഡ് ചെയ്യുന്നതാണോ അപ്പോൾ അവിടെ ഡിസ്പ്ലേ ആവുന്നത്? നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് കോഴ്സിന്റെ ടേബിളിൽ നിന്നാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് അവിടെ കുറച്ച് കോഴ്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതാണോ ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്? ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമ്മൾ എവിടെയും കൊടുക്കുന്നില്ലല്ലോ. കോഴ്സ് ആഡ് ചെയ്യുന്നത് ഡ്രോപ്പ് ഡൗൺ അല്ല, ഇൻപുട്ട് ഫീൽഡ് ആണ്. ഓക്കെ, ഇൻപുട്ട് ഫീൽഡിൽ കൊടുക്കുന്നത്. യെസ്, നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നതെല്ലാം ടേബിളിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നുണ്ടല്ലോ കോഴ്സ് ആഡ് ചെയ്യുമ്പോൾ. ആ കോഴ്സസ് ആണ് സ്റ്റുഡന്റിന്റെ ആ കോഴ്സ് എന്ന ഫീൽഡിലേക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യിക്കുന്നത്. അതാണ് ഈ വ്യൂസിലെ 24th ലൈൻ. ഇൻപുട്ട് ഫീൽഡിൽ കൊടുക്കുന്നതായിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത് അല്ലേ? അങ്ങനെ. അതെ, രേഷ്മ ഒരു കാര്യം ചെയ്യുക, ഒരു കോഴ്സ് കൂടെ ആഡ് ചെയ്തേ. BCA കൊടുക്കുക. $60,000. ഇനി ലോക്കൽ ഹോസ്റ്റ് ഓപ്പൺ ചെയ്തേ. അതിലെ കോഴ്സ് എടുക്കുക. ഇവിടെ കണ്ടോ, നമ്മൾ ആ ഇൻപുട്ട് ഫീൽഡ് വഴി ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സസ് എല്ലാം ഈ ഒരു കോഴ്സ് എന്ന ടേബിളിലേക്കല്ലേ നമ്മൾ സേവ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റുഡന്റിന്റെ ഫോമിലേക്ക് എല്ലാ കോഴ്സസും ഡ്രോപ്പ് ഡൗണിലേക്ക് ലിസ്റ്റ് ചെയ്യിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഏതൊക്കെ കോഴ്സസ് ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഡ്രോപ്പ് ഡൗണിലേക്ക് ലിസ്റ്റ് ആവും. നമ്മളിപ്പോ ഓപ്ഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ ടൈമും നമ്മൾ സ്റ്റുഡന്റിന്റെ ഫോമിൽ പോയി ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മൾ അതെ, അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഒരെണ്ണം റിമൂവ് ചെയ്യാണ്. ഇങ്ങനെ ഒരു കോഴ്സ് നമുക്ക് വേണ്ട. ബട്ട് അപ്പോഴും നമ്മൾ സ്റ്റുഡന്റിന്റെ ഫോമിൽ പോയി അത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിന് പകരം ഇവിടെ ഇപ്പൊ ഒരു ഒരെണ്ണം ഡിലീറ്റ് ചെയ്തേ, BTech ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി അത് സ്റ്റുഡന്റിന് ആഡ് ആയിട്ടുണ്ട്. BA ഡിലീറ്റ് ചെയ്തേ. മറ്റൊരു സ്റ്റുഡന്റിന്റെ ടേബിളിൽ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. BA ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി സ്റ്റുഡന്റിന്റെ ഫോമിലെ ഡ്രോപ്പ് ഡൗൺ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് നോക്കിക്കേ. BA റിമൂവ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളവിടെ കൊടുക്കുന്നതെന്ന് മനസ്സിലായോ? ടേബിളിൽ നിന്ന് ലോഡ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ഓക്കെ,
അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസിൽ എല്ലാ കോഴ്സസും നമ്മൾ ലോഡ് ചെയ്ത് വെച്ചു. ദെൻ അതൊരു ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്തു. ആ ഫോം ഒന്നുകൂടെ എടുക്കുക. സ്റ്റുഡൻറ്റിൻ്റെ ഇവിടെ കോഡ് എടുത്താൽ മതി. കോഴ്സ് എന്നാണ് നമ്മൾ അവിടെ കീ കൊടുത്തിരിക്കുന്നത് ഡിക്ഷണറിക്ക്. അവിടെ ലൂപ്പ് ഓപ്പൺ ചെയ്തു. ഫോർ സി ഇൻ കോഴ്സ് ഓപ്ഷനിലേക്ക് ഓരോ കോഴ്സസും ആ ലൂപ്പ് ആ ഒരു ടേബിളിലെ റോസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ആ ഒരു കോഴ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യിച്ചുകൊണ്ടിരിക്കും. ടോട്ടൽ കോഴ്സ് എന്ന ടേബിളിലുള്ള എല്ലാ കോഴ്സസും ലിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, ഇവിടെ വാല്യൂല് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, സി ഡോട്ട് ഐ ഡി. കോഴ്സിന്റെ ഐ ഡി ആണ് എപ്പോഴും നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺസ് ഒക്കെ ലിസ്റ്റ് ചെയ്യിക്കുന്നത്. മൾട്ടിപ്പിൾ മോഡൽസ് അല്ലെങ്കിൽ ആ ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വാല്യൂസ് ഐ ഡി തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഐ ഡി വെച്ച് നമുക്ക് പ്രോപ്പർലി ആ ഒരു ടേബിളിലെ എല്ലാ സെക്ഷൻസും ഫെച്ച് ചെയ്തെടുക്കാം. ഫോറിൻ കീ ആയിട്ട് നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ് അല്ലേ? മോഡൽ എന്നെടുത്തേ. അതിൽ ലൈൻ നമ്പർ 11 കോഴ്സ് മോഡൽസ് ഡോട്ട് ഫോറിൻ കീ. ഫോറിൻ കീ ആയിട്ടാണ് നമ്മൾ കോഴ്സ് ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഫോറിൻ കീ പാസ് ചെയ്യുമ്പോൾ ആ ടേബിളിന്റെ ഐ ഡി ആയിരിക്കണം വാല്യൂ ആയിട്ട് നമുക്ക് സേവ് ആവേണ്ടത് കോഴ്സ് എന്ന ഫീൽഡിൽ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഇനി ബാക്ക് ടു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോം ആക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ആഡ് സ്റ്റുഡൻറ്റ്, അതിന്റെ വ്യൂസ് നോക്കാം. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് മെത്തേഡ്. അതിനുശേഷം ആ ഫോമിലുള്ള എല്ലാ വാല്യൂസും ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഗെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. അപ്പൊ ഫോറിൻ കീ എപ്പോഴും നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഫെച്ച് ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടി. ആ വാല്യൂ വെച്ച് ആ കോഴ്സിന്റെ ഡാറ്റാബേസിൽ നിന്ന് വീണ്ടും ഗെറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ. ഇതാ നോക്കിയേ, ലൈൻ നമ്പർ 33യിലേക്കാണ് ആ ഫോമിൽ നിന്ന് നമ്മൾ കോഴ്സ് ലോഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കോഴ്സസ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കോഴ്സ് നെയിം നമ്മൾ അവിടെ ലോഡ് ചെയ്ത് കോഴ്സ് എസ് എന്ന വേരിയബിളിലേക്ക് ലോഡ് ചെയ്ത് വെച്ചു. അവിടെ ഉള്ളത് എന്താണ്? ഇപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ടാഗില് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഐ ഡി ആണ്. അപ്പോൾ ആ കോഴ്സിന്റെ ഐ ഡി ആണ് കോഴ്സ് എസ് എന്ന വേരിയബിളിലേക്ക് നമുക്ക് ലോഡായി കിട്ടിയിരിക്കുന്നത്. ദെൻ ഈ ഐ ഡി വെച്ച് എന്ത് ചെയ്യണം? ഒറിജിനൽ കോഴ്സിന്റെ ടേബിളിൽ നിന്ന് പ്രോപ്പർലി ആ കോഴ്സ് ഗെറ്റ് ചെയ്തെടുക്കണം. അതാണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്ന വേരിയബിളിൽ ഈക്വൽ ടു കോഴ്സ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഐ ഡി ഈക്വൽ ടു കോഴ്സ് എസ്. കോഴ്സ് എസിൽ നമ്മൾ വാല്യൂയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം ബാക്കി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്റ്റുഡൻറ് ലൈൻ നമ്പർ 35 സ്റ്റുഡൻറ്റിലേക്ക് അങ്ങനെ ആ കോഴ്സസ് എല്ലാം ലോഡ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കൊടുത്ത് ആ സ്റ്റുഡൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ റിട്ടേൺ റീഡയറക്റ്റ് ചെയ്ത് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന ആ ഒരു ടേബിളിലേക്ക് പോകുന്നു. ഓക്കെ, പിന്നെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ആ ടേബിളിൽ ലിസ്റ്റ് ചെയ്യിക്കുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തു. അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, ഡെഫ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്. പേജ് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിന് SDT എന്നൊരു വേരിയബിളിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ലോഡ് ചെയ്ത് കൊടുത്തു. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്തു. ബാക്കിയെല്ലാം നോർമൽ ക്രൂഡ് ഓപ്പറേഷൻസിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ദെൻ
സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന സെക്ഷൻ എടുക്കുക. അതിലെ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് ഫങ്ഷൻസ് ആണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ കോഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഇതാ നോക്കിയേ, സ്റ്റുഡൻറ്റിൽ നിന്ന് നമുക്ക് ആ ഒരു കോഴ്സ് നെയിം ഡിസ്പ്ലേ ചെയ്യിക്കണം. ബട്ട് ഡാറ്റാബേസ് ഒന്ന് എടുത്ത് സ്റ്റുഡൻറ്റിന്റെ ടേബിളിൽ ഈ സ്റ്റുഡൻറ് ഡോട്ട് കോഴ്സ് എന്ന് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ദാ ഈ കോഴ്സ് എന്ന ഫീൽഡിൽ നോക്കിയേ, ID ആണ് സേവ് ചെയ്തിരിക്കുന്നത്. അവിടെ ഫോറിൻ കീ ആണ്. ഈ ഫോറിൻ കീ എന്ന് പറയുന്നത് കോഴ്സിന്റെ ടേബിളിലെ പ്രൈമറി കീ വാല്യൂ ആണ് ID. അപ്പൊ നമ്മൾ സ്റ്റുഡൻറ് ഡോട്ട് കോഴ്സ് എന്ന് ഡയറക്റ്റ് കോൾ ചെയ്യുകയാണെങ്കിൽ ഈ 1 2 ആ രീതിയിലല്ലേ നമുക്ക് വാല്യൂ വരൂ. അപ്പോൾ ഈ ഫോറിൻ കീ വെച്ചിട്ട് നമ്മൾ ഏത് ടേബിളിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കോഴ്സിന്റെ ടേബിളിലേക്കാണ്. അപ്പോൾ അതിലെ ഫീൽഡിലെ വാല്യൂസ് വേണം, ആ ഓരോ കോളം നെയിംസ് വേണം നമ്മൾ കോൾ ചെയ്യാൻ. കോഡ് എടുത്തേ, എസ് ഡോട്ട് കോഴ്സ് ലൈൻ നമ്പർ 89. എസ് ഡോട്ട് കോഴ്സ്, കോഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. ഓക്കെ, അപ്പോൾ ഫോറിൻ കീയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ID ആണ്. ആ ID വെച്ചിട്ട് എസ് ഡോട്ട് കോഴ്സ് ഡോട്ട് കോഴ്സ് നെയിം, ഈ കോഴ്സ് നെയിം എന്ന് പറയുന്നത് കോഴ്സിന്റെ ടേബിളിലെ ഫീൽഡാണ്. മോഡൽസ് ഒന്നെടുത്തേ, കോഴ്സിന്റെ ലൈൻ നമ്പർ 6. ഈ കോഴ്സ് നെയിം ആണ് നമ്മൾ അവിടെ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കോഴ്സ് ഡോട്ട് കോഴ്സ് നെയിം, ഫോറിൻ കീ വെച്ചിട്ട് ആ ടേബിളിലെ വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഫീസ് അവിടെ ഡിസ്പ്ലേ ചെയ്യിച്ചൊന്ന് അടുത്ത ഫീൽഡായിട്ട് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന പേജ് ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ ഫീസും കൂടെ ഡിസ്പ്ലേ ചെയ്യിക്കാം. TD ഡബിൾ കർലി ബ്രേസസ് എസ് ഡോട്ട്, ഫോറിൻ കീ യൂസ് ചെയ്ത് തന്നെയാണ് ഫീസും എടുക്കേണ്ടത്. കോഴ്സ് ഡോട്ട് ഫീസ്. ഇതുപോലെ ആ ടേബിളിൽ, ആ കോഴ്സിന്റെ ടേബിളിൽ എന്തൊക്കെ ഫീൽഡ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ബട്ട് കോൾ ചെയ്യുമ്പോഴത്തേക്ക് എസ് ഡോട്ട് ആ ഫോറിൻ കീ ഡോട്ട് ആ കോഴ്സിന്റെ ടേബിളിലെ നെയിം അങ്ങനെ കൊടുക്കണം. ടേബിൾ ഹെഡും കൂടെ കൊടുത്തോളൂ. ലൈൻ നമ്പർ 76 ശേഷം TH ഫീസ് എന്ന് കൊടുക്കുക. ഇനി ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്തേ. നാവ് ബാറിലേക്ക് ടേബിളിന്റെയും ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കോഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണ് മിസ്. ഓക്കെ, ഇനി എഡിറ്റ് ചെയ്യാം. എഡിറ്റിൽ നോർമലി നമ്മൾ ID പാസ് ചെയ്ത് ലിങ്ക് കൊടുത്തു. എഡിറ്റ് പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസ് ആദ്യം എടുത്തേ. ആ ഫോം, ആ പേജ് ലോഡ് ചെയ്യുന്ന വ്യൂസ് ഇവിടെ നോക്കിക്കേ. നോർമലി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിനെ മാത്രമാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ലൈൻ നമ്പർ 45 ഒരു സ്റ്റുഡൻറ്റിനെ എഡിറ്റ് ചെയ്യേണ്ടപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ക്രൂഡ് ഓപ്പറേഷൻസിലെല്ലാം സ്റ്റുഡൻറ്റിനെ മാത്രം ലോഡ് ചെയ്ത് കൊടുത്തു. അത് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കൊടുത്തു. ബട്ട്
ഡ്രോപ്പ് ഡൗണിന്റെ കേസ് എങ്ങനെയാണ്? ഡ്രോപ്പ് ഡൗൺസ് ഡയറക്റ്റ് നമ്മൾ കോഴ്സ് എന്ന ടേബിളിൽ നിന്നാണ് ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡന്റിന്റെ ആഡ് ചെയ്യുന്ന ഫോമിൽ സെയിം തന്നെയാണ് എഡിറ്റ് ചെയ്യുന്ന ഫോമിലും കൊടുക്കേണ്ടത്. കാരണം വേറെ നമുക്ക് ഫെച്ച് ചെയ്ത് കൊടുക്കാനില്ല, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്തല്ലേ കൊടുക്കാൻ പറ്റും. സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ എല്ലാ കോഴ്സസും ഡാറ്റാബേസിൽ നിന്ന് തന്നെ ഈ ഒരു എഡിറ്റ് ഫോമിലേക്കും ലോഡ് ചെയ്ത് കൊടുത്തു. സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുന്ന ഫോമിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത്. എല്ലാ കോഴ്സസും ടേബിളിൽ നിന്ന് തന്നെ ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ എഡിറ്റിന്റെ പേജിന്റെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റിന്റെ കറന്റ് വാല്യൂസും വേണം, അതുപോലെ തന്നെ ഡാറ്റാബേസിൽ എല്ലാ കോഴ്സസും വേണം. സോ ഈ രണ്ടെണ്ണം കീ വാല്യൂ പെയർസ് ആയിട്ട് പേജ് റിട്ടേൺ ചെയ്യുമ്പോൾ ഡിക്ഷണറി ആയിട്ട് കൊടുത്തു. ക്ലിയർ ആണോ? ഓക്കെ മിസ്. ആഡ് ചെയ്യുന്ന ഫോമിലും എഡിറ്റ് ചെയ്യുന്ന ഫോമിലും കോഴ്സസ് ലോഡ് ചെയ്തു. ഇനി എഡിറ്റ് പേജ് എടുത്തോളൂ. ആ ഡ്രോപ്പ് ഡൗൺ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പിൽ വാല്യൂസ് കിട്ടുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നോക്കിയേ, ലൈൻ നമ്പർ 77. എല്ലാ കോഴ്സസും നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തു. ഫോർ സി ഇൻ കോഴ്സസ് എല്ലാ കോഴ്സസും നമ്മൾ ഒരു ഫോർ ലൂപ്പിലിട്ട് ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ കോഴ്സിൽ ഏതോ ഒരെണ്ണമാണ് ഓൾറെഡി ആ സ്റ്റുഡന്റിനെ ആഡ് ചെയ്തപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ കറന്റ് ഉള്ള കോഴ്സസിൽ ഏതോ ഒന്നാണ് നമുക്ക് ആ ഒരു സ്റ്റുഡന്റിനെ ആഡ് ചെയ്തപ്പോൾ അവരുടെ കോഴ്സായിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. അതിനെ ആദ്യം നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ലൈൻ നമ്പർ 78 കണ്ടീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇഫ് സി ഡോട്ട് ഐ ഡി, ഇപ്പൊ കറന്റ് നമ്മൾ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ലേ കോഴ്സിന്റെ, ആ കോഴ്സിന്റെ സി ഡോട്ട് ഐ ഡി ഡബിൾ ഈക്വൽ ടു സ്റ്റുഡന്റിന്റെ ബാക്കിയുള്ള ഇൻപുട്ട് ഫീൽഡ്സിലൊക്കെ സ്റ്റുഡന്റ് ഡോട്ട് ഏജ്, സ്റ്റുഡന്റ് ഡോട്ട് നെയിം, ഇങ്ങനെയെല്ലാം നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ അവിടെ ഫോറിൻ കീ യൂസ് ചെയ്ത് സ്റ്റുഡന്റ് ഡോട്ട് കോഴ്സ് എന്നത് ഫോറിൻ കീ ആണ്, ഡോട്ട് ഐ ഡി ആ കോഴ്സിന്റെ ടേബിളിൽ നിന്ന് ഐ ഡി ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കോഴ്സ് എന്ന ഫോറിൻ കീ യൂസ് ചെയ്ത് സ്റ്റുഡന്റ് ഡോട്ട് കോഴ്സ് ഡോട്ട് ഐ ഡി. ആ ഐ ഡിയും ഇപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ലേ, ആ ഐ ഡിയും തമ്മിൽ മാച്ച് ആകുമ്പോൾ നമ്മൾക്ക് സെലക്റ്റഡ് കോഴ്സ് കിട്ടും. കറന്റ്ലി സെലക്റ്റഡ് ആയിട്ടുള്ള കോഴ്സ് അത് സെലക്റ്റഡ് ഫീൽഡിലേക്ക്, ഓപ്ഷൻ വാല്യൂവിൽ സെലക്റ്റഡ് ഫീൽഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യിച്ചു. ദെൻ എൽസ് പാർട്ടിൽ ഓപ്ഷൻ ടാഗ് കൊടുത്തു. ഈ സെലക്റ്റഡ് ഫീൽഡ് അല്ലാത്ത ബാക്കിയുള്ള കോഴ്സസ് എല്ലാം ഓപ്ഷൻ എൽസ് പാർട്ടിലെ ഓപ്ഷൻ ടാഗിലേക്ക് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ലിസ്റ്റ് ചെയ്യും. സെലക്റ്റഡ് ഫീൽഡിൽ വരുന്നത് ഈ കണ്ടീഷൻ മാച്ച് ആവുന്ന കേസ് മാത്രമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. എല്ലാവർക്കും ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തോളൂ. മിസ് സെലക്റ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ എങ്ങനെയാ? രേഷ്മ ഔട്ട്പുട്ട് എടുക്കുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു സെക്ഷനിൽ എഡിറ്റ്. ഇതാ നോക്കിയേ, കോഴ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടോ? ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യണ്ട. ബാക്കി എല്ലാ ഫീൽഡ്സും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് കാണിക്കണ്ടേ? ഓൾറെഡി ഡാറ്റാബേസിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതാണ് നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. അപ്പോൾ കോഴ്സിന്റെയും സെലക്റ്റഡ് ആ കോഴ്സിന്റെ സ്റ്റുഡന്റ് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത്
ഡിസ്പ്ലേ ചെയ്യിച്ചു. പിന്നെ ഡ്രോപ്പ് ഡൗണിലേക്ക് നമുക്ക് ബാക്കി ഫീൽഡ്സിനെ എല്ലാം ലിസ്റ്റ് ചെയ്യിക്കണം. അതാണ് എൽസ് പാർട്ടിൽ വരുന്നത്. ക്ലിയർ ആണ്. ഇതിന്റെ റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ആ സ്ക്രിപ്റ്റ് കോഡ് കൊടുക്കുക. ഓക്കെ, എഡിറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കൂടി നമുക്ക് നോക്കാം. എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന വ്യൂസ് ഫംഗ്ഷൻ എടുക്കാം. ഇവിടെ ക്രൂഡ് പ്രൊജക്റ്റിൽ, മറ്റുള്ള ക്രൂഡ് പ്രൊജക്ട്സിലെല്ലാം ചെയ്ത പോലെ തന്നെ എല്ലാ ഫീൽഡ്സും നമ്മൾ ഒരു വേരിയബിൾസിലേക്ക് ലോഡ് ചെയ്തിട്ടു. സ്റ്റുഡൻറ്റിലേക്ക് ആദ്യം ID വെച്ചിട്ട് ആ സ്റ്റുഡൻറ്റിനെ ലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം സ്റ്റുഡൻറ് നെയിം ഓരോ സെക്ഷൻസും ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി ലൈൻ നമ്പർ 56 നോക്കുക. ഡയറക്റ്റ് ആ സ്റ്റുഡൻറ്റിലെ കോഴ്സിലേക്കല്ല നമ്മൾ കോഴ്സ് നെയിം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കോഴ്സ് നെയിം ലോഡ് ചെയ്ത് വെച്ചു. ദെൻ ഇപ്പൊ കറന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ID ആണ് ആ കോഴ്സിന്റെ. ഓപ്ഷൻ ടാഗിലെ വാല്യൂയിൽ കൊടുത്തിരിക്കുന്ന ID ആണ് ബാക്കെൻഡിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ID വെച്ചിട്ട് കോഴ്സിന്റെ ടേബിളിൽ നിന്ന് കോഴ്സ് ഫെച്ച് ചെയ്തെടുക്കണം. ആഡ് ചെയ്യുന്ന ഫോമിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ CRS get എന്ന വേരിയബിളിലേക്ക് കോഴ്സ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ID ഈക്വൽ ടു CRS, ലൈൻ നമ്പർ 56 നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന ID. ദെൻ CRS ഗെറ്റ് എന്ന സെക്ഷനിലാണ് ഇപ്പോൾ പ്രോപ്പർലി നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് കോഴ്സിന്റെ ടേബിളിൽ നിന്ന് ID ഗെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനി ഡയറക്റ്റ് സ്റ്റുഡൻറ് ഡോട്ട് കോഴ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു, സ്റ്റുഡൻറ്റിനെ സേവ് ചെയ്യുന്നു. ഇത്രയാണ് എഡിറ്റിൽ വരുന്നത്. ടോട്ടൽ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഇനി കോളേജിന്റെ പ്രൊജക്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരട്ടെ, എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന്. രേഷ്മ സ്റ്റോപ്പ് ചെയ്തോളൂ, അതിനുശേഷം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? അതെ മാം. ഒരു കോളേജിന്റെ വെബ്സൈറ്റ്, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലാൻഡിംഗ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക.
ഈ ലാൻഡിംഗ് സെക്ഷനിൽ നമുക്ക് വരുന്നത് ഒരു ലോഗിൻ ഫോമും അതുപോലെ ടീച്ചറിനെ സൈനപ്പ് ചെയ്ത് കയറാനുള്ള ഒരു സൈനപ്പ് സെക്ഷനുമാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിൽ 2 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ അഡ്മിൻ. അഡ്മിൻ നമ്മൾ സൂപ്പർ യൂസർ വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടീച്ചറിന്റെ മൊഡ്യൂൾ ആണ്. ടീച്ചർ സൈനപ്പ് ചെയ്താണ് കയറുന്നത്. ഞാൻ അഡ്മിൻ സൈഡ് ലോഗിൻ ചെയ്യാം. അഡ്മിൻ സൈഡിനുള്ളിൽ നമ്മൾ സ്റ്റുഡന്റ് പോർട്ടലിന്റെ പ്രൊജക്റ്റിൽ ചെയ്ത അതേ ഫങ്ഷൻസ് ആണ് വരുന്നത്. കോഴ്സ് ആഡ് ചെയ്യാനുള്ള ഫോം പാസ് ചെയ്യുക, ദെൻ സ്റ്റുഡന്റിനെ ആഡ് ചെയ്യാനുള്ള ഫോം, സ്റ്റുഡന്റ് നെയിം, അഡ്രസ്, ഏജ്, ഡേറ്റ്, കോഴ്സ്, ഈ സെക്ഷൻസ് വരുന്നു. ദെൻ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന അടുത്ത സെക്ഷൻ കൊടുക്കുക. ഇവിടെ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് സെക്ഷൻസ് കൊടുക്കുക. സ്റ്റുഡന്റ് പോർട്ടലിൽ ചെയ്ത പോലെ തന്നെ എഡിറ്റ് സെക്ഷന് പ്രോപ്പർലി പാസ് ചെയ്യും. ക്ലിയർ ആണോ? ഇത് അഡ്മിൻ സൈഡിനുള്ളിൽ വരും. ഇപ്പൊ ചെയ്ത് കാര്യങ്ങളെല്ലാം അഡ്മിനകത്ത് ലോഗിൻ ചെയ്യുന്ന രീതിയാക്കണം. അപ്പൊ നോർമലി ഇപ്പോ ജസ്റ്റ് നമ്മൾ അഡ്മിൻ ഹോം ഡാഷ്ബോർഡ് പ്രൊവൈഡ് ചെയ്യില്ലേ, ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് പ്രൊവൈഡ് ചെയ്യുക. ഈ സെക്ഷൻസ് എല്ലാം അതിനുള്ളിലാക്കിയാൽ മതി. ലോഗിൻ സെക്ഷൻ ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. പ്രോപ്പർ ആയിട്ട് ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് കൊടുക്കുക. അതിലേക്ക് ആഡ് കോഴ്സ്, ആഡ് സ്റ്റുഡന്റ്, പിന്നെ സ്റ്റുഡന്റ് ലിസ്റ്റ്, ടീച്ചേഴ്സ് ലിസ്റ്റ്, ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടാൽ മതി. സ്റ്റുഡന്റിന്റെ എല്ലാ ഫങ്ഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇടുക. ഓൾറെഡി നമ്മൾ സ്റ്റുഡന്റ് പോർട്ടലിൽ അത് ചെയ്തതുകൊണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. മിസ് റെക്കോർഡ് ചെയ്യാൻ ഈ സ്നാപ്പിംഗ് ടൂൾ അല്ലാതെ പിന്നെ വേറെ ഏതാ യൂസ് ചെയ്യുന്നത് നല്ലത്? ഐ തിങ്ക് ബാൻഡിക്യാം, അങ്ങനെ ഒത്തിരി ആപ്സ് ഉണ്ട്. ബട്ട് എൻ്റെ തന്നെത്താൻ ഇപ്പം അങ്ങ് ബ്രേക്കായി പോവാ. എന്താ ഇഷ്യൂ എന്നറിയത്തില്ല. ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തോളൂ. ഞാൻ നോക്കാം. ഇപ്പോ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ഷെയർ ചെയ്ത് തരുന്നവരും എല്ലാം ഡിഫറൻറ്റ് ആപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രേഷ്മ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഞാൻ ഗ്രൂപ്പിലേക്ക് ഒരു സൈനപ്പ് ഫോമിലെ ഫങ്ഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണമെന്നില്ല, ഇവിടെ തന്നെ ഒന്ന് റീഡ് മോർ കൊടുത്ത് ഓപ്പൺ ചെയ്തിടാം. റീഡ് മോർ കൊടുത്താൽ മതി.
മെസ്സേജിന്റെ താഴെ എന്ത് കൊടുത്താൽ മതി എന്നാ മെസ്സേജ് പറഞ്ഞേ? റീഡ് മോർ. മെസ്സേജിന്റെ ഏറ്റവും ലാസ്റ്റ് നോക്കി, ലാസ്റ്റ് ലൈൻ, മെസ്സേജിന്റെ ലാസ്റ്റ് ലൈൻ. ഇത് ടീച്ചറിനെ സൈൻ അപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഇതിലേക്ക് യൂസർ, ഓത്ത് യൂസർ എന്ന ടേബിളിലേക്കാണ് ഹാഫ് ഫീൽഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബാക്കി സെക്ഷൻ ആണ് ടീച്ചറിന്റെ ഫീൽഡിലേക്ക് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റെഫറൻസിൽ വെച്ചിട്ട് ടീച്ചറിന്റെ സൈൻ അപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ മിസ്. അതുപോലെ ലോഗിൻ ഫംഗ്ഷനും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോപ്പർലി യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഒതന്റിക്കേറ്റ് ചെയ്ത് സ്റ്റാഫ് ആണെങ്കിൽ, അതായത് അഡ്മിൻ സൈഡ് ആണെങ്കിൽ ഈ സ്റ്റാഫ് വെച്ചിട്ടല്ലേ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുക. സോ അവിടെ അഡ്മിൻ സെക്ഷനിലേക്കും റീഡയറക്റ്റ് ചെയ്യുന്നു. എൽസ് പാർട്ടിൽ ടീച്ചറിന്റെ സെക്ഷൻ കൊടുക്കുക. ഓക്കെ, ടീച്ചറിന്റെ സെക്ഷനിൽ വരുന്ന ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, ഇല്ല മിസ് ഇല്ല. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി സെക്ഷൻസ് ടീച്ചറിന്റെ സെക്ഷനിൽ വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? സൈനപ്പും ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്ന സെക്ഷനും അതുപോലെ തന്നെ ലോഗിൻ സെക്ഷൻസും ടീച്ചറിന്റെ ഒരു ഡാഷ്ബോർഡും പാസ് ചെയ്തിട്ടേക്കുക. ടീച്ചറിനെ ലോഗിൻ ചെയ്ത ടീച്ചറിന്റെ ഡാഷ്ബോർഡിലേക്കാണ് പോകേണ്ടത്. എല്ലാം ക്ലിയർ ആണെങ്കിൽ ലീവ് ആയിക്കോളും.